ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാർ കളക്ഷൻ കാണിക്കാനാണ്. എൻ്റെ കാർ കളക്ഷനിൽ ഫസ്റ്റ് പറഞ്ഞ വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റിലേക്ക് ഫ്രീ ആയിട്ടൊരു കാർ കിട്ടില്ലേ, ആ കാർ തന്നെ ഫസ്റ്റ്. രണ്ടാമത് ഞാൻ ഈ ഇടയ്ക്കെടുത്ത വണ്ടിയാണ്, എനിക്ക് ഫുള്ള് മോഡിഫൈ ചെയ്തു. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ ലാട ലാട കൊണ്ട് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബോണറ്റൊക്കെ എടുത്ത് കളഞ്ഞ് സെറ്റാക്കി. അടുത്തത് വരണമെന്ന് വെച്ചാൽ നമ്മുടെ ജീപ്പാണ്. ഇത് വർക്ക് കഴിഞ്ഞില്ല, ഇനി കുറച്ചും കൂടെ വർക്ക് ഇതിൽ വരുന്നുണ്ട്. അതെന്തായാലും ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. അടുത്തത് നമ്മളൊരു പഴയ മോഡലിൽ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെൻ്റെ അനിയൻ ചെയ്ത വർക്കാണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടി എടുത്തപ്പോഴേ. പിന്നെ അടുത്ത നമ്മളെ ഷാജി പാപ്പൻ്റെ വണ്ടിയാണ്. ഇത് ഫുള്ള് വർക്ക് ചെയ്തതാണ്. നമ്മളെ പവറും കൂട്ടിയിട്ടുണ്ട്, നല്ല പവറും കൂട്ടി ഷാജി പാപ്പൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ബെൻസിൻ്റെ ഒരു ജി ക്ലാസ് പഴയ മോഡലൊരു ബെൻസാണ് നമ്മളിരിക്കുന്നത്. ഇത് ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിറ്റൊക്കെ കയറ്റി സ്പോയിലർ വെച്ച് പവർ കൂട്ടിയൊക്കെ ചെയ്ത്, പിന്നെ അലോയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത്. അടുത്തത് ഒരു മിസ്തൂഷിയുടെ വണ്ടിയാണ്. ഇത് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്തിരി ലുക്കായത് കണ്ടോ. ഇത് ഇത്രയായി. ഇത് ഇനി കുറച്ചുകൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അത് നോക്കാം. അടുത്ത നമ്മുടെ സുബ്രിയനാണ്. ഇതൊക്കെ എൻ്റെ അനിയൻ ചെയ്ത് തരുന്നത്, ഞാൻ ചെയ്തല്ല. ഈ വണ്ടി കണ്ടുപോലുമില്ല, എടുത്തത് തന്നെ അവനാണ്. പിന്നെ ഞാൻ ഇത് നമ്മളൊരു പഴയ മോഡൽ, ഇതൊരു ഓഫ് റോഡ് വണ്ടിയായിട്ടാണ് നോക്കിക്കണത്. കണ്ടോ, ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്. ഫുള്ള് ടയറൊക്കെ സസ്പെൻഷനൊക്കെ ഫുള്ള് പൊക്കി വെച്ച് വീൽ സൈസ് കുറച്ച് പിന്നെ അപ്പോളോന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത സുപ്രയാണ്. സുപ്രയും ചെയ്ത് അവൻ തന്നെ ഫുള്ള് ഫ്രണ്ട് ബ്രെഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എന്തരായെന്നത് എനിക്ക് പറഞ്ഞൂടാ. പിന്നെ നമ്മൾ ആ ടെർബോ ഉണ്ടല്ലോ, കാർബൺ ഫൈബർ ഇരിക്കുന്ന ആ ടെർബോൻ്റെ ആ ഹോൾ അവിടെ ഉണ്ട്. പിന്നെ അലോയൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ ബാക്ക് സ്പോയിലർ അതവൻ ചേഞ്ച് ചെയ്തില്ല, ബാക്കി ഇത്ര ചെയ്തോളൂ. അടുത്ത നമുക്ക് പുതിയ അപ്ഡേറ്റ് വന്ന ഒരു 4 ഇഞ്ച് വണ്ടിയാണ്. ഇതിനും വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയും വർക്കുണ്ട്. നമ്മൾ ഫുള്ള് ഗ്രാഫിക്സ് അടിക്കാൻ പോകുന്നത്. ഇതൊരു മോഡിഫൈ ചെയ്ത് ഫുള്ള് ഗ്രാഫിക്സ് അടിക്കാൻ പോവുകയാണ്. കണ്ടായി. ഇനി ഇവിടെ നമ്മൾ ലോഗോ വരും, പിന്നെ സൈഡിൽ കുറച്ച് ഗ്രാഫിക്സ് വരും. അടുത്തത് സിവിക്കാണ്. സിവിക്ക് ഫുള്ള് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. കണ്ടോ, ഫുൾ അപ്ഗ്രേഡ് ചെയ്ത്. ഇനി ബാക്കിലൊരു പോർഷൻ കൂടെ വരും, അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തില്ല. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഫുൾ അപ്ഗ്രേഡ് ചെയ്ത്. ഫ്രണ്ട് സിഗ്മ ബോയ് എന്ന് എടുത്തിട്ടുണ്ട്. അത് മറ്റേ വണ്ടി നിങ്ങൾ കണ്ടിട്ടുള്ളവർ കണ്ടു കാണും. അടുത്ത നമ്മളെ പഴയ വണ്ടി കോണ്ടസ് ആ മോഡലുള്ളൊരു വണ്ടിയാണ്. ഇതൊരു വിൻറ്റേജ് സ്റ്റൈൽ, താഴെ ഒരു ബ്ലാക്ക് കൊടുത്ത് നല്ല രസമുണ്ട്. പിന്നെ ഈ കളർ ഞാൻ ചേഞ്ച് ചെയ്യണോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏത് കളർ അടിക്കണമെന്ന് കൂടെ ഒന്ന് പറയാം. പിന്നെ അലോയ് ബേസും ചേഞ്ച് ചെയ്ത്, ഗ്ലാസ് നല്ല ഭയങ്കര ബ്ലാക്ക് ആക്കിയില്ല, പഴയ മോഡൽ ചെറിയൊരു ബ്ലാക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതുപോലെ. പിന്നെ നമ്മളൊരു BMW ഉണ്ട് പഴയ മോഡൽ, ഇതും ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പവറും ആക്കി, വീൽ ബേസ് മാറ്റി, പിന്നെ ബേക്കിൽ സ്പോയിലറൊക്കെ വെച്ച് ബേക്കിൽ പേരടിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് കാർന്ന് പറഞ്ഞ് പേരടിച്ചിട്ട്, ഇതും എൻ്റെ അനിയൻ തന്നെ വർക്ക് ചെയ്തതാണ്. പിന്നെ അടുത്ത് നമ്മളെ പുതിയ മോഡൽ കേഡലാക്കാണ്. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചിരുന്നത്. ഇതെനിക്ക് വാങ്ങിച്ചപ്പോഴേ ബാക്കിൽ ഇതുണ്ടായിരുന്നു, അതായത് ബാക്കിൽ ഈ സ്പോയിലറും മണ്ടയിൽ ഈ റൂഫ് ബോക്സും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ലൈറ്റ്. ഇനി നമുക്ക് കേഡലാക്കിൻ്റെ ഫ്രണ്ട് ലോഗോ അടിക്കണം. പിന്നെ വേറെ വണ്ടിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെ നമുക്കൊരു ഇത് മറ്റേ ഒരു പ്രൈവറ്റ് വണ്ടി ഉണ്ടല്ലോ, അതായത് നമ്മളെ മുഖ്യമന്ത്രിയിലൊക്കെ ഇരിക്കുമല്ലോ, മറ്റേ അമേരിക്കൻ മുഖ്യമന്ത്രിയിലൊക്കെ ഇതുപോലത്തെ കേഡലാക്കിൻ്റെ വണ്ടിയിലിരിക്കണം. അപ്പോൾ അതുപോലെ ബ്ലാക്ക് അടിച്ച് മാഫിയ ലുക്കാക്കണം. അടുത്ത ഇതെനിക്ക് അറിഞ്ഞൂടെ, ഇത് ഫുള്ള് ഇതൊരുമാതിരി ഗോൾഡ് കളറാണ് ആക്കി. ഫ്രണ്ട് വീല് ഒരുമാതിരി ബ്ലൂ അടിച്ച്, ബാക്ക് യെല്ലോ അടിച്ച്. അല്ല ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളാ മറ്റേ പാട്ടൊക്കെ ഇട്ട് കാണിച്ച വണ്ടി. ഇതിൽ നമ്പർ പ്ലേറ്റ് ഒന്ന് പോയത്, അതിനടുത്ത് മാറ്റിയതാണ്. ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കിയറൊരു വണ്ടിയാണ്, ഫുൾ അപ്ഗ്രേഡ് ഇത് നമ്മൾ ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഫ്രണ്ടിൽ കണ്ട പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്ത്, പിന്നെ നമ്മൾ അലോയ് ഇട്ട്, പിന്നെ സ്പോയിലറൊക്കെ വെച്ച്, മണ്ടേ റൂഫ് ബോക്സൊക്കെ വെച്ച്. സ്പോയിലറിനെ ഒന്ന് മാറ്റണം. അടുത്തതായിട്ട് വരണതെന്ന് വെച്ചാൽ നമ്മളൊരു ഇതാണ് ബെൻസിൻ്റെ ജി വാഗൻ എന്ന് പറയാം, ജി ക്ലാസ് എന്ന് പറയാം. പക്ഷേ അല്ല, ജി വാഗൻ വേറെ, ജി ക്ലാസ് വേറെ. ഇത് ജി ക്ലാസ് ആണെന്ന് തോന്നുന്നത്. കാരണം മണ്ടയിൽ നമ്മളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതായത് നമ്മൾ റൂഫ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അലോയ് ചേഞ്ച് ചെയ്ത്, മാഫിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത്
ഡോഡ്ജിൻ്റെ ഇത് പോലീസ് മോഡലാണ്. ഇനി സൈഡിൽ ഗ്രാഫിക്സ് വരും. അത് പോലീസ് വണ്ടിയെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആക്കും. പക്ഷേ ഇത് നല്ല ലുക്കുണ്ട്, കളറും കൊള്ളാമല്ലേ. പോലീസ് വണ്ടിയെ പോലെ ആക്കിയാലും കളർ കൊള്ളാം. നിങ്ങൾ മെഞ്ഞാത്ത വീഡിയോയിൽ കണ്ട് അല്ല ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണും ഈ വണ്ടി ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കിയത്. പക്ഷേ എൻ്റെ ഒരു അബദ്ധം കാരണം അതൊരാൾക്ക് സെല്ലായിപ്പോയി. അതായത് ഞാൻ അയാൾക്ക് ഫണ്ട് അയച്ചു കൊടുക്കാൻ നോക്കിയപ്പം മാറി സെല്ലായിരുന്നു വണ്ടിയിൽ. ഞാൻ ഒരു 1 ലാക്കാണ് അയക്കാൻ നോക്കിയപ്പോൾ 1 ലാക്കിന് വണ്ടി പോയി. ഇനി എന്തായാലും ഇതിന് വേറൊരു ഡിസൈൻ അടിക്കാം നമുക്ക്. ഹല മാറ്റി ന്യൂ ഡിസൈൻ ഞാൻ ഒരു ഡിസൈൻ ഇറക്കും. അല്ലെങ്കിൽ ഗോഡ്സില പോക്കിമോ അങ്ങനെ എന്തെങ്കിലും മോഡൽ എങ്ങാനും അടിക്കും ഗൈസ്. അടുത്ത നമ്മളെ BMW പഴയ മോഡലാണ്. ഇത് ഓഫ് റോഡ് മോഡൽ തന്നെ. പക്ഷേ എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ലേ കളർ. ഇത് മാറ്റണമെന്ന് വിചാരിച്ചില്ല, പിന്നെ മാറ്റിയില്ല. പിന്നെ വണ്ടി ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. ചിലപ്പോൾ ഇത് ഗീവ് അവേ ചെയ്യും, അതിൻ്റെ ഒരു വീഡിയോ വരും. നമ്മൾ പബ്ലിക് റൂമിൽ ചെന്നായിരിക്കും ഗീവ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എങ്ങനെയും ഗീവ് ചെയ്യുന്നതായിരിക്കും ഇത്. പിന്നെ BMW X7 ഇതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതൊന്നും കാണിച്ചിട്ടില്ല, മിക്കുള്ള വണ്ടികളും കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ ഇത് മണ്ടേ ഞാൻ റൂഫ് ബ്ലോക്സ് ബ്ലാക്ക് ആയിരുന്നു റൂഫ് ബോക്സ്. പിന്നെ അതിപ്പോൾ എന്തോ കളർ മാറി കിടക്കണം. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്ത് പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചേ ഉള്ളൂ. വേറെ ലോഗോ ഇടിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മളെ പോലീസ് വണ്ടിയാണ്. ഇത് ഞാൻ പോലീസ് മോഡലാക്കിയാണ്. ഇത് ഫുള്ള് പോലീസ് മോഡലിലാക്കി സെറ്റാക്കി വെച്ചേക്കാണ്. അടുത്ത ഇത് ഫ്ലൈ സ്ക്യൂരല്ലേ. ഇത് കറക്റ്റ് ചെയ്തല്ല നമ്മൾ സൈഡിൽ അടിക്കാനുള്ളത്. അതിൻ്റെ അത് വർക്ക് നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റണില്ല. അതായത് അത് കിട്ടണില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ അത് ആക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടും കേട്ടോ. അടുത്ത പോർഷ പനവേര. പോർഷെ പനവേരയാണ് അടുത്ത. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വണ്ടി ലോവർ ചെയ്ത് വെച്ചോളൂ, വേറെ ഒന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മളെ റേഞ്ച് റോവറാണ്. ഇത് ഞാൻ വെറുതെ കണ്ടപ്പം ഈ കളർ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. ഈ വണ്ടിയൊന്നും വർക്ക് ചെയ്തിട്ടില്ല, കുറേ വണ്ടികൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അടുത്തതാണ് നമ്മൾ ഓറിയോ. ഇത് ഫുൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ഓറിയോയുടെ പിക്ചറൊക്കെ വെച്ച് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മാറ്റി ഫ്രണ്ട് കാർബൺ ഫൈബറൊക്കെ ചെയ്ത്. പിന്നെ ഇത് നല്ല പവറാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പവർ കണ്ട 1695 HP ഉണ്ട് ഗൈസ്. നല്ല പവറാണ് ഈ വണ്ടി. നമ്മളെ കയ്യിൽ നിൽക്കില്ല, അത്രയ്ക്ക് നല്ല പവറുണ്ട് ഈ വണ്ടിക്ക്. അടുത്തതെന്ന് വെച്ചാൽ നമ്മളൊരു ബെൻസിൻ്റെ വണ്ടിയാണ്. ഇതാണ് നമ്മളെ ബെൻസിൻ്റെ വണ്ടി. നമ്മളെ ബെൻസിൻ്റെ ഒരു XUV ആണ്, പക്ഷേ ഞാൻ ഓഫ് റോഡ് മോഡലാക്കി എടുത്തു. ഇനിയും കുറച്ചുകൊണ്ട് ചെറിയ വർക്കുണ്ട് ഇതിൽ, അതും കൂടെ ചെയ്യണം. ഫ്രണ്ട് ലോഗോ അടിച്ചിട്ടുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റി റൂഫ് ബോക്സ് വെച്ച് അലോയ് മാറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഇനിയും കുറച്ചും കൂടെ ആക്കണം. നമ്മൾ ഈ വീല് മാറ്റാൻ പോകണം, അലോയൊന്ന് മാറ്റി വേറെ ഓഫ് റോഡിങ് അലോയ് ആക്കണം. അല്ലെങ്കിൽ ഇത് XUV നല്ല സെറ്റ് കിടില വണ്ടിയാക്കും. അടുത്തതാണ് നമ്മളെ ഈ വണ്ടി. നമ്മളെ BMW ഒരു ഇതുണ്ടല്ലോ ഹൈറ്റ്, ഒരു പേര് ഞാൻ മറന്നുപോയി. എന്താണ് i2 i6 അങ്ങനെ എന്തെങ്കിലും കാണില്ല. i2 i6 അല്ല, വേറെ എന്തരാ ഒരു വണ്ടി, പേര് കിട്ടണില്ല. ഞാൻ ഇന്നലെ നോർത്തതാണ്, ഇന്ന് കിട്ടണില്ല. ഇതാണ് നമ്മളത്. ഇതിലങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കളർ ചേഞ്ച് ചെയ്തു, പിന്നെ അലോയും ചേഞ്ച് ചെയ്തു, വേറെ വർക്കും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ ലോറി ഇതും വെറുതെ ഒരു ഇതാക്കിയതേ ഉള്ളൂ, ഫുള്ള് വർക്കൊന്നും ആയില്ല. നമ്മളെ കേരളത്തിലുള്ള ഗാലക്സി എന്ന് പറഞ്ഞ ഒരു ട്രക്ക്, അതിൻ്റെ മോഡലൊക്കെയാണ് ചെയ്യണം. ഇതല്ല പക്ഷേ ട്രക്ക് വാങ്ങാൻ കോയിനില്ല. കോയിൻ നിങ്ങൾക്ക് സൈഡിൽ കാണാമല്ലോ, 5 കോയിനേ ഉള്ളൂ, വേറെ കോയിനൊക്കെ തീർന്നു. ബാക്കി ഞാൻ കുറച്ച് വണ്ടികളൊക്കെ എടുത്തപ്പോൾ തീർന്നു. അടുത്ത നമ്മളെ ബസ്സാണ്. ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. നമ്മളെ പൊക്കിമോൻ ഗ്രൂപ്പ് ഇത് ഫുള്ള് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫുള്ള് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വെറുതെ ട്രാവൽ എന്ന് പറഞ്ഞ് അടിച്ചിങ്ങനെ, ട്രാവൽ ഹബ് എന്ന് പറഞ്ഞ് സൈഡ് ഫുള്ള് വർക്ക് ചെയ്ത് ഫ്രണ്ടൊക്കെ വർക്ക് ചെയ്തെടുത്ത്. അടുത്തത് നമ്മളാ ഇതാണ് കേരവാനിൽ സൈഡ് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലാണ് നമ്മൾ എടുത്തത്. പിന്നെ ഫ്രണ്ട് ബൂംസ്റ്റർ അടിച്ചിട്ടുണ്ട്. പിന്നെ മണ്ടയിലത്തെ ആ ബോക്സൊക്കെ നമ്മൾ വൈറ്റ് ആക്കി. പിന്നെ ഗ്ലാസ് ചെറിയൊരു ഡാർക്കാക്കി. പിന്നെ ഈ സൈഡ് ഗ്ലാസ് നമ്മളങ്ങ് അടച്ചു, അതായത് സൈഡ് ഗ്ലാസ് ഫുള്ള് സ്റ്റിക്കർ അടിച്ച് ബ്ലാക്കാക്കി. അടുത്ത അവിടെയാണ്. ഇതും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇതിൽ ചിലപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യും. ഇതിൽ സ്റ്റിക്കർ വർക്ക് നോക്കി വെച്ചാണ്, അതെന്തായാലും ഇത് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യും എങ്ങനത്തെ സ്റ്റിക്കർ വർക്കാണ് ഈ വണ്ടിയിൽ ചേരണം, അല്ലെങ്കിൽ ഇത് ഇടാനുള്ളതെന്ന് പറയണം. അടുത്ത സൂപ്പറാണ്. ഇതിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒന്നും. ഇത് വെറുതെ ഞാൻ എടുത്തിട്ടാണ്, വെറുതെ ചുമ്മാ എടുത്തിട്ടാണ്. സൂപ്പർ 2 കിടക്കാൻ പൊളിയല്ലേ. MK4 MK5 ഉണ്ട്, അങ്ങനെ ഞാൻ എടുത്തിട്ടാണ്.
ഇതാണ് നമ്മളെ M5 ഗൈസ്. നമ്മൾ M5ൻ്റെ ടയറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് യെല്ലോ ഷെയ്ഡിലോട്ടാക്കി. പിന്നെ ഫ്രണ്ട് നിങ്ങളെ കണ്ട പോലെ തന്നെ വേറെ ഇതിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അടുത്ത ഡോഡ്ജാണ്. നമ്മൾ കേരളത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒന്ന്, ആ ഡോഡ്ജാണ്. സൈഡ് നമ്മൾ ഹെൽക്കേറ്റിൻ്റെ അത് അടിക്കാൻ നോക്കിയപ്പം അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് കിട്ടണില്ല. അത് ഞാൻ നോക്കണം, അതൊന്നും കൂടെ നോക്കിയാലേ ഇനി പറ്റുള്ളൂ അത് അടിക്കുക. അല്ലാതെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ഇതേ മോഡലൊന്നും ആക്കിയിട്ടാണ്. പിന്നെ നമ്മളെ ഡിഫൻഡറുണ്ട്. ഡിഫൻഡർ ഇടയ്ക്ക് വെച്ച് നമ്മൾ കൊടുത്തു, ഇപ്പോൾ വേറെ പുതിയത് ഇറക്കിയതാണ് നമ്മൾ ഡിഫൻഡർ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തത്, അല്ല ക്യാഷ് കൊടുത്ത് ഇറക്കിയത് ഇല്ല. ഡിഫൻഡറിൽ അലോയ് ജസ്റ്റ് ഒന്ന് മാറ്റി, മണ്ടലിന് റൂഫ് ബോക്സ് വരും, വേറൊന്നും വരില്ല. പിന്നെ ഇതാണ് നമ്മളാ ഗ്ലിച്ചടിച്ച് നെല്ലൊന്നുകൂടെ നോക്കട്ടെ. കേസ് ഗ്ലിച്ചടിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടാണ്. റിഡക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ LC ആണ്, ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സസ്പെൻഷനൊക്കെ നല്ല ഹൈറ്റാക്കി, പിന്നെ വണ്ടി ബ്ലാക്ക് അടിച്ച് ഫ്രണ്ട് ലൈറ്റൊക്കെ വെച്ച്. പിന്നെ ഇതിൽ വേറൊരു വർക്കൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഹൈലക്സാണ്. ഹൈലക്സ് ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അലയൊക്കെ മാറ്റി നല്ല ഹൈറ്റാക്കി. ഇതൊക്കെ ഓഫ് റോഡ്, മിക്കുള്ള വണ്ടികൾ ഓഫ് റോഡ് ആക്കിയിട്ടേക്കും. ഓഫ് റോഡ് കിടിലനാണ് ഈ വണ്ടിയൊക്കെ. ഇനി ഫ്രണ്ട് ഇനി കുറച്ച് കിറ്റൊക്കെ വരും, ബാക്കിൽ അതൊക്കെ ചെയ്യണം. സൈഡിൽ പിന്നെ ഹൈലക്സ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്ത് കളറാക്കി. പിന്നെ ടയർ ബ്ലാക്ക് ആക്കി, ഇത് റെഡാക്കി. ടയർ റെഡാക്കിയിട്ട് കാര്യമില്ല, ടയർ കൊള്ളില്ല. നമുക്ക് എന്തായാലും ഒന്ന് മാറ്റണം, ചേഞ്ച് ചെയ്യണം. അടുത്ത ഞാൻ കിടിലൊരു വണ്ടി, ഞാൻ ഇത് അങ്ങനെ പണിയിട്ടില്ല. ഈ ജസ്റ്റ് അലോയ് മാറ്റി നയം അടിച്ച്, പിന്നെ ഫ്രണ്ട് ബ്ലാക്ക്, പിന്നെ ലോഗോ ഞാൻ അടിച്ചായിരുന്നു. ലോഗോ അപ്പോൾ നല്ലോണം സൂം ആവണമല്ലോ. ഇല്ലാതെ ഇത് വേറെ ചെയ്തിട്ടില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ഫെറാറി തോന്നാൻ, അതാണ് ഫെറാറി ഇത് ചെയ്തത്. ഇത് ഫെറാറി ആയിരിക്കും. ഫെറാറി പക്ഷേ കിടിലൻ വണ്ടിയാണിത്. നല്ല പവറുമാണ്, നല്ല സ്പീഡ് അടിക്കും. ഡ്രിഫ്റ്റിൻ്റെ കിടിലൻ വണ്ടിയാണിത്, ഞാൻ ഓട്ടിച്ചതിൽ വെച്ച്. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട നമ്മളെ ബെൻസ് G ക്ലാസ് ഗൈസ്, ബെൻസ് എല്ലാം മേബാക്ക്. പക്ഷെ ഇതൊരു കിടിലൻ വണ്ടിയാണ്, നല്ലൊരു ലുക്കും ഉണ്ട്. പിന്നെ ഈ കളർ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കളർ, ഞാൻ കുറേ കളർ ഇങ്ങനെ നോക്കിയാണ് പിന്നെ ഈ കളറിലോട്ട് എത്തിയത്. പിന്നെ ടയറിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണം. കുറേ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും കമൻറ്റ് ചെയ്യണം ഇതൊക്കെ. അടുത്ത നമ്മൾ ഔഡിയിലെ R8 ആണ്. ഇതൊക്കെ എൻ്റെ അനിയൻ ചെയ്ത് വെച്ചാൽ ഇതൊന്നും അല്ല, ഇതൊന്നും ഗ്രാഫിക്സ് ഒന്നും അല്ല. ഇതിനല്ല നമ്മൾ വൈറ്റ് അടിച്ച് ഇവിടെ ക്ലീൻ വർക്ക് ചെയ്തിരുന്നത്. അടുത്ത നമ്മൾ ഇതാണ്. ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ ഭയങ്കര ഇതായിരുന്നു, ഇപ്പം അങ്ങനെ ആർക്കും ഇതില്ല. അതായത് നമ്മൾ ഏതാണ് ആസ്ട്രോമേനിയാണ്. പിന്നെ ഫ്രണ്ടിൽ ലോഗോ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇവിടെ തന്നെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, കേരള ജില്ല. പിന്നെ സൈഡിലൊരു ഊർഫിൻ്റെ അത് വെച്ച്, പിന്നെ വേറൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അലോയ് ചേഞ്ച് ചെയ്ത് കളർ അടിച്ചു, ഫ്രണ്ട് കാർബൺ ഫൈബർ ചെയ്തു. പിന്നെ വണ്ടിയിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ആകെ സ്പോയിലറാത്ത വയ്ക്കത്തുള്ളൂ. അടുത്ത നമ്മളെ വെനം ഫുള്ള് ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഫ്രണ്ട് ഫുൾ നമ്മളെ വെനത്തിൻ്റെ തീമാക്കി, പിന്നെ സൈഡ് വെനമെന്ന് അടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അലോയ് നമ്മൾ ചേഞ്ച് ചെയ്തു, മിക്കുള്ള വണ്ടികളിലും ഒരേ അലോയാണ്. ഇപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്തത് അലോയ് റെഡും ബ്ലാക്കും തീമിൽ. പക്ഷേ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം. അടുത്ത ഇത് ചുമ്മാ ഒന്ന് അടിച്ചാണ്, പക്ഷേ ഇത് കൊള്ളാം. പക്ഷേ മിക്കുള്ളവർക്കും ഇഷ്ടപ്പെടില്ല, ഇതിനെ കളിയാക്കണമെന്ന് പറയും. പക്ഷേ റോസ് അല്ല, ഇത് വയലറ്റാണ് സത്യത്തിൽ. ഞാൻ കളർ എന്തായാലും ചേഞ്ച് ചെയ്യും, ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും. അപ്പം ഞാൻ വീഡിയോ ഇടും ഇതിൻ്റെ ഒരു ഗൈസ്. ഇതാണ് ഞാൻ കോയിൻ കൊടുത്ത് വാങ്ങിച്ചത്. ഇത് നമ്മൾ ജീപ്പിൻ്റെ ഒരു വണ്ടിയാണ്, ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറ്റിയാലോ ചേഞ്ച് ചെയ്ത്, പിന്നെ ഹൈറ്റ് കൂട്ടി. പിന്നെ വേറെ ഇതിലൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അടുത്ത നമ്മളെ മെക്ലാറിനാണ് ഗൈസ്. ഇതാണ് നമ്മളെ മെക്ലാർ. ഇത് ഞാൻ വെറുതെ ഒരു വർക്ക് ചെയ്തതാണ്, അല്ല ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചുമ്മാ ഒരു വണ്ടി എടുത്ത് ചെയ്തതാണ്. പിന്നെ നമ്മളെ ബുഗാട്ടി, ഇത് ഒരു വേറെ ഞാൻ TV അല്ല യൂട്യൂബിലും കണ്ടാണ് ഈ വർക്ക്. അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തത്. ഇനിയും കുറച്ചുകൂടെ വർക്കുണ്ട്, കറക്റ്റ് ഇതായില്ല. അടുത്ത കോണിസ്റ്റോക്കിൻ്റെ ജസ്കോയാണ്. ഇതൊരു ഒന്നൊന്നര വണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഇത് സെറ്റാണ്. എനിക്കിത് ഗീവ് അവേ കൂടെ കിട്ടിയതാണ്. പക്ഷേ കിടില വണ്ടിയാണ്, ഞാൻ ഓട്ടിച്ചൊക്കെ നോക്കി, പൊളിയാണ്. പിന്നെ അലോയ് മാറ്റണം, അലോയ് ഇതിന് അത്ര ചേരണില്ല. അലോയ് മാറ്റണം, കളർ നമുക്ക് ജസ്റ്റ് ഒരു ഇതാക്കണം. ബ്ലാക്ക് തീമാണെങ്കിൽ നോക്കണം, എങ്കിലും കൊള്ളായിരിക്കും ബ്ലാക്ക്. നമ്മളെ ലാസ്റ്റ് വണ്ടിയാണ് പഗാനി. ഇതും നമുക്ക് ഇപ്പോൾ എടുത്തതാണ്. ഇത് ഫുള്ള് ബ്ലാക്ക് തീമാണ്. നമുക്ക് ഇതൊക്കെ മാറ്റി കിടിലൊരു കളറാക്കണം, അതായത് ഫുള്ള് നല്ല ബ്ലാക്ക് ആക്കണം.
നല്ല ലൈറ്റ് ബ്ലാക്ക് മതി. എന്നിട്ട് അലോയും മാറ്റി ഗ്ലാസ് വിൻഡോയും ബ്ലാക്ക് ആക്കണം. അപ്പോൾ വണ്ടി സെറ്റാവും. അപ്പോൾ എൻ്റെ കാർ കളക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി കാർ കളക്ഷൻ ഇനിയും കൂടുതലാകുമ്പോൾ ഞാൻ കാർ കളക്ഷൻ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ കുറേ ലെന്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.